എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് തെനാലിരാമൻ കഥയാവാം. കൃഷ്ണദേവരായർ ഭരിക്കുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കൊട്ടാര വിദൂഷകനായി തെനാലിയെ നിയമിച്ചു. തെനാലിരാമൻ്റെ വർഷങ്ങളായുള്ള ആഗ്രഹം സഫലമായി. തെനാലിരാമൻ വളരെ ചിട്ടയോടെയും ശ്രദ്ധയോടെയും കൂടി കൊട്ടാരത്തിലെ വിദൂഷക ജോലി ചെയ്തു തുടങ്ങി. ഇതിനിടയിൽ തന്നെ താതാചാരി എന്ന രാജപുരോഹിതനോട് പ്രതികാരം ചെയ്യാനുള്ള പഴുതുകളും രാമൻ തേടിക്കൊണ്ടിരുന്നു. ജോലിക്കിടയിലും മറ്റും യാതൊരു തെറ്റുകുറ്റങ്ങളും താതാചാരിയിൽ കണ്ടെത്താനായില്ല. അതുകൊണ്ട് തെനാലി മറ്റു വഴികൾ ആലോചിച്ചു. താതാചാരി വെളുപ്പിന് 4 മണിക്ക് ഉണർന്ന ശേഷം നേരെ പോകുന്നത് കുറച്ചകലെയുള്ള തുംഗഭദ്ര നദിയിൽ കുളിക്കാനാണ്. അതിനുശേഷം കൊട്ടാരത്തിലേക്കും. അങ്ങനെ പോകുന്ന വഴിയിലെങ്ങാനും താതാചാരിയെ കുടുക്കാനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ഒരു ദിവസം രാവിലെ രാമൻ അയാളെ രഹസ്യമായി പിന്തുടർന്നു. നദിക്കരയിലെത്തിയ ഉടനെ താതാചാരി മുഴുവൻ ഉടുവസ്ത്രങ്ങളും അഴിച്ച് കരയിൽ വച്ച ശേഷം മുങ്ങി കുളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് രാമനൊരാശയം തോന്നിയത്. രാജപുരോഹിതൻ പൂർണ്ണ നഗ്നനായി കുളിക്കാൻ പാടില്ലെന്ന് ശാസ്ത്രവിധിയുള്ളപ്പോൾ അയാൾ ഇത് ലംഘിച്ചിരിക്കുന്നു. പൊടുന്നനെ രാമൻ അയാളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഒളിച്ചു വെച്ചു. കുളി കഴിഞ്ഞ് വസ്ത്രങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ലെന്ന് കണ്ട താതാചാരി ചുറ്റുപാടും നോക്കി. അപ്പോൾ അതാ രാമൻ ഒന്നും അറിയാത്തവനെ പോലെ നടന്നു പോകുന്നു. ഇതിനു പിന്നിൽ അവൻ്റെ സൂത്രമാണെന്ന് താതാചാരിക്ക് മനസ്സിലായി. വസ്ത്രങ്ങൾ മുഴുവനും കരക്കി വെച്ചത് രാജാവിനെ തെളിവ് സഹിതം അറിയിച്ചാൽ അത് പ്രശ്നമാകിയാൽ, "ഏയ് തെന്നാലിരാമ, എൻ്റെ വസ്ത്രങ്ങൾ തിരികെ തരൂ." താതാചാരി നാണം മറയ്ക്കാൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നു. "ഓഹോ, അപ്പോൾ നിങ്ങളെൻ്റെ പേര് ഓർക്കുന്നുണ്ട്. തൻ്റെ മാളികമുറ്റത്തേക്ക് എന്നെ വലിച്ചെറിഞ്ഞതും ഓർക്കുന്നുണ്ടാവുമോ?" "രാമ, എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. തുണികൾ മടക്കി തരണം." "ശരി, അങ്ങനെയാവട്ടെ. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. പഴയതിന് പ്രായശ്ചിത്തമായി നിങ്ങളുടെ തോളിലിരുത്തി കൊട്ടാരം വരെ എന്നെ കൊണ്ടുപോകണം." "അത് ശരി, ഞാൻ സമ്മതിച്ചു രാമ." വസ്ത്രങ്ങൾ തിരികെ കൊടുത്ത ശേഷം രാമനെ തോളിലേറ്റി അയാൾ നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നതിനാൽ ഇത് കണ്ട ആളുകൾ കൂകി ചിരിക്കാനും തുടങ്ങി. കൊട്ടാരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ തെനാലി ഉച്ചത്തിൽ ബഹളവും ആരവങ്ങളും മുഴക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൻ്റെ ഉയർന്ന മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്ന രാജാവ് ഇത് കണ്ടെന്ന് തെനാലിക്ക് ബോധ്യമായി. അത് കാണാത്ത മട്ടിൽ കൂടുതൽ ആഹ്ലാദ പ്രകടനമാണ് തെനാലി കാഴ്ചവെച്ചത്. തെനാലിയുടെ ധിക്കാരത്തിൽ രാജാവ് കലിപൂണ്ടു. ഭടന്മാരെ ഉടൻ വിളിച്ചു വരുത്തിയിട്ട് കൽപ്പിച്ചു, "താഴെ വഴിയിലൂടെ 2 പേർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ തോളിലിരിക്കുന്നവനെ നിലത്ത് വലിച്ചിട്ട് നല്ലതുപോലെ അടി കൊടുക്കണം." അത് കേട്ട ഉടൻ ഭടന്മാർ വടികളുമായി താഴേക്ക് പാഞ്ഞു. ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയ രാമൻ കൊട്ടാരക്കെട്ടിൻ്റെ മറവിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് തോളിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു, "അല്ലയോ രാജപുരോഹിത, ഞാൻ ചെയ്തത് അല്പം കടന്നുപോയി. ഇതിനു പരിഹാരമായി കൊട്ടാരത്തിനുള്ളിലേക്കുള്ള വഴി മുഴുവൻ ഞാൻ അങ്ങയെ ചുമന്നുകൊള്ളാം." അയാൾ സന്തോഷത്തോടെ രാമൻ്റെ ചുമലിൽ കയറി. നിമിഷങ്ങൾക്കകം ഭടന്മാർ കുതിച്ചെത്തി താതാചാരിയെ വലിച്ചു നിലത്തിട്ട് പൊതിരെ തല്ലാൻ തുടങ്ങി. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല. അങ്ങനെ താതാചാരിയുടെ നന്ദികേടിനും ക്രൂരതയ്ക്കും തെനാലി പകരം വീട്ടി.